ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു റിംസ് അക്കാഡമീസ് അനദർ വീഡിയോ. അപ്പൊ നമ്മൾ ഇന്ന് 9ാം ക്ലാസ് ഇംഗ്ലീഷിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നോക്കാൻ പോണേ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ നമ്മൾ സെറ്റ് ആയിട്ട് പഠിച്ചിട്ടില്ല എല്ലാവരും. അതുപോലെ തന്നെ നമുക്ക് അതുപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്റർ നന്നായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ചാപ്റ്റർ എന്താണ്? ഒരു സ്പീച്ചാണ്. ആരുടെ സ്പീച്ചാണ്? സെൽമ ലാഗർലോഫിന്റെ. ഈ പുള്ളിക്കാരി സ്പീച്ച് എപ്പോ പറയണേ? നമ്മുടെ ഈ സെൽമ ലാഗർലോഫ് ഈ സ്പീച്ച് പറയുന്നത് എന്താണ്, ആൾക്കൊരു നൊബേൽ പ്രൈസ് കിട്ടുമ്പോ അല്ലെങ്കിൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ കിട്ടുമ്പോ പറയുന്ന ഒരു സ്പീച്ചാണ് എന്ത്? ഈ ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പൊ നമ്മുടെ ഈ ലാഗർലോഫ് കുറെ നോവൽസും കുറെ സ്റ്റോറീസ് ഒക്കെ എഴുതിയിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തണത്. ഏത് ലെവലിലേക്ക്? ഈ നൊബേൽ പ്രൈസ് കിട്ടാന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തണത്. അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമൊന്നല്ല നൊബേൽ പ്രൈസ് കിട്ടാന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ സെൽമ ലാഗർലോഫിന്റെ വേറൊരു പ്രത്യേകത എന്താണ്? ആദ്യമായിട്ടൊരു വുമണ് നൊബേൽ പ്രൈസ് കിട്ടുന്നത് ആർക്കാണ്? സെൽമ ലാഗർലോഫിനാണ്. അപ്പോ അതും ഒരു പ്രത്യേകത തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഒരു ട്രെയിനിൽ യാത്ര പോണതായിട്ട് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഏകദേശം ലാസ്റ്റ് ആവുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്ന ഒരു സ്പീച്ച് ആണെന്ന്. പക്ഷെ എന്റെ മക്കളൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക, ഇതൊരു സ്പീച്ച് ആണെന്നുള്ള കാര്യം. ഓക്കെ, എന്നിട്ട് എന്താണ് സ്പീച്ചിൽ എന്തൊക്കെ പറയുന്നുണ്ട്? ഈ നൊബേൽ പ്രൈസ് കിട്ടാന്ന് ഭയങ്കര ടഫായിട്ടുള്ള കാര്യമായിരുന്നെന്നും അതിന് കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, കുറെ ആൾക്കാരോട് നന്ദിയുണ്ട്. മെയിനായിട്ട് ആരോടൊക്കെയാണ്? പാരന്റ്സിനോടും പിന്നെ എന്താണ് കുറെ നാട്ടുകാരും ഫ്രണ്ട്സും എല്ലാരോടും കുറെ കടപ്പാടുണ്ട്, കുറെ നന്ദിയുണ്ട്. അതാണ് മെയിനായിട്ട് ഈ സ്പീച്ചിൽ പറയണത്. ഓക്കെ, നമുക്കപ്പൊ ചാപ്റ്റർ നോക്കിയാലോ? അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോണത് എന്തായിരിക്കുള്ളൂ? നോട്ട്സ് ആയിരിക്കുള്ളൂ. ഓക്കെ, അത് നോട്ട്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്കൊരു നറേഷൻ പഠിക്കാനുണ്ട്. ഇപ്പൊ നറേഷൻ ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യത കുറച്ച് കുറവാണ്. എന്നാൽ എല്ലാവരും പഠിച്ചു വെച്ചോ. സ്റ്റോറി ഇതിനകത്ത് നമുക്ക് ഏകദേശം മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഈ ഒരു നറേഷൻ എല്ലാവരും പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്റർ സെറ്റ് ആണ്. അപ്പൊ നമുക്ക് നറേഷൻ നോക്കിയാലോ? സെൽമ ലാഗർലോഫ് is on a quiet train to Stockholm to receive the Nobel Prize in Literature. അപ്പൊ എന്താണ്? സെൽമ ലാഗർലോഫ് ഒരു ട്രെയിനിൽ, ഒരു ഭയങ്കര ഒരു ശബ്ദമൊക്കെ കുറഞ്ഞ ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിൽ ഇങ്ങനെ യാത്ര പോവുകയാണ്. എന്ത് യാത്ര ചെയ്യുന്നത്? നൊബേൽ പ്രൈസ് വാങ്ങാനായിട്ടുള്ളത്. എന്തിന്? ലിറ്ററേച്ചറിന്. She feels very happy but also worried because she wonders if she truly deserves such a big honor. അപ്പൊ എന്താണ്, നമ്മുടെ സെൽമ കുറച്ച്, അല്ലെങ്കിൽ ലാഗർലോഫ് കുറച്ച് വെറീഡാണ്, കുറച്ച് പാനിക്ഡ് ആണ്, അല്ലെങ്കിൽ കുറച്ച് പേടിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? ഈ പുള്ളിക്കാരി ചിന്തിക്കുകയാണ്, ശരിക്കും എനിക്ക് ഇതിനുള്ള യോഗ്യത ഉണ്ടാ? ഞാൻ ശരിക്കും ഈ എന്താണ് ഈ ഒരു ബിഗ് ഭയങ്കര ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഓണർ ഞാൻ ഡിസർവ് ചെയ്യുന്നുണ്ടോ എന്ന് പുള്ളിക്കാരി മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് എന്താണ്, she's also sad because her father has passed away and she cannot share this wonderful news with him. അതോടൊപ്പം തന്നെ കുറെ ആൾക്കാരോട് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട് ഈ ഒരു നൊബേൽ പ്രൈസ് കിട്ടിയാല്. പക്ഷെ ഭയങ്കര ഒരു സങ്കടം എന്താണ്? നമ്മുടെ ഈ സെൽമ ലാഗർലോഫിന് ഭയങ്കര ഒരു സങ്കടം എന്താണ്? അച്ഛൻ മരിച്ചുപോയി. നമ്മുടെ ലാഗർലോഫിന്റെ അച്ഛൻ മരിച്ചുപോയി. അത് ഭയങ്കര ഒരു സങ്കടമായിട്ട് മനസ്സിൽ നിൽക്കുന്നുണ്ട്. കാരണം എന്താണ്? ഈ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള, ഈ ഒരു ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള ന്യൂസ് അച്ഛനോട് പറയാൻ പറ്റണില്ല. As she sits on the train, she falls into a daydream where she travels to heaven to see her father, to tell him the news gently. She jokes that she needs his advice because she is deeply in debt. അപ്പൊ എന്താണ്, നമ്മൾ ഈ ട്രെയിനിൽ യാത്ര പോകുന്ന ടൈമിൽ, നമ്മുടെ ലാഗർലോഫ് ഈ ട്രെയിനിൽ യാത്ര പോകുന്ന ടൈമിൽ എന്ത് പറ്റുന്നുണ്ട്? ഒരു ഡേ ഡ്രീമിലേക്ക്. ഓക്കെ, ഈ ഒരു വാക്ക് എല്ലാരും ഓർത്ത് വെക്കുക. ഡേ ഡ്രീമിലേക്ക് പോകുന്നുണ്ട്. ഡേ ഡ്രീം എന്ന് പറയുമ്പോ എന്താണ്? ഒരു പകൽ സ്വപ്നത്തിലേക്ക്. നമ്മളെ ചാപ്റ്ററിൽ പറയണില്ലേ, എന്താണ് സ്പീച്ചിൽ പറയണില്ലേ, എന്താണ്? പെട്ടെന്ന് ട്രെയിനൊക്കെ ഭയങ്കര നിശബ്ദമായി. പിന്നെ സെൽമാന് തോന്നണില്ല, എന്താണ് ട്രെയിൻ പാളത്തിലൂടെ അല്ല പോണത്, എന്താണ് സ്കൈയിലേക്ക്, അല്ലെങ്കിൽ എന്താണ് ആകാശത്തിലേക്ക് പറന്നു പോണ പോലെയൊക്കെ ഫീല് വന്നില്ലേ? ആ ടൈമില് പുള്ളിക്കാരി ഒരു മയക്കത്തിൽ ഇങ്ങനെ ഒരു ഡേ ഡ്രീമിലോട്ട് പോവുകയാണ്, ഒരു സ്വപ്നത്തിലോട്ട് പോവുകയാണ്, ഒരു പകൽ സ്വപ്നത്തിലേക്ക്. അവിടെ എന്താ സംഭവം? എന്തിനു വേണ്ടിയാണ് പോണത്? ഇവിടെ ഹെവനിലേക്ക് എന്തിനാ പോണേ? അച്ഛനെ കാണാൻ വേണ്ടി പോണതാണ്. എന്തിനാണ്? ഈ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ന്യൂസ് പറയാൻ വേണ്ടി. എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട് ഈ ന്യൂസ്? ഇല്ല, പതുക്കെയാണ് പറയണത്. പതുക്കെ ഇങ്ങനെ, അച്ഛൻ എനിക്ക് കുറച്ച് കടമൊക്കെ ഉണ്ട്. അപ്പൊ അച്ഛൻ വിചാരിക്കണ എന്താണ്, എന്തോ പൈസയൊക്കെ ഉണ്ട്, പൈസേന്റെ പ്രശ്നം എന്നൊക്കെ വിചാരിച്ച അച്ഛൻ പറയുന്നുണ്ട്, എന്താണ്, എനിക്ക് നിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, ഞാൻ സ്വർഗത്തിലാണെന്ന് അറിയില്ലേ?
അങ്ങനത്തെ രീതിയിൽ അച്ഛൻ ചോദിക്കുന്നതൊക്കെ ആയിട്ട് നമ്മുടെ സെൽമ ലാഗർലോഫ് ഇമാജിൻ ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താണ്, ഷീ ജോക്സ് ദാറ്റ് ഷീ നീഡ്സ് ഹിസ് അഡ്വൈസ് ബിക്കോസ് ഷീ ഈസ് ഡീപ്ലി ഇൻ ഡെപ്റ്റ്. അപ്പോ അച്ഛനോട് ഡയറക്റ്റ് പറയണില്ല, അച്ഛനോട് എന്താ പറയണേ, അച്ഛൻ എനിക്ക് അച്ഛന്റെ കുറച്ച് അഡ്വൈസ് വേണം, അച്ഛൻ എന്നെ ഹെൽപ്പ് ചെയ്യണം, കാരണം എന്താണ്, ഞാൻ കുറച്ച് ഡെപ്റ്റിലാണ്, ഞാൻ കുറച്ച് കടത്തിലാണ്. എന്നിട്ട് എന്ത് പറയുന്നുണ്ട്, ഷീ എക്സ്പ്ലെയിൻ ടു ഹെർ ഫാദർ ദാറ്റ് ഷീ ഡസ് നോട്ട് ഓ മണി ബട്ട് ഷീ ഓസ് എ ഹ്യൂജ് ഡെപ്റ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ടു എവറി വൺ ഹു ഹെൽപ് ഹെർ ബിക്കം എ റൈറ്റർ. അപ്പൊ അച്ഛനോട് എക്സ്പ്ലെയിൻ ചെയ്യാണ്, അച്ഛൻ എനിക്ക് പൈസേന്റെ കടമൊന്നുമല്ല, ഞാൻ ആരോട് കടം വാങ്ങിയിട്ടൊന്നുമില്ല, പൈസേന്റെ കടമൊന്നും അല്ല എനിക്ക്, പക്ഷെ എന്താണ്, കുറെ ആൾക്കാരോട് എനിക്ക് കടപ്പാട്. എന്താണ് അച്ഛ, എനിക്ക് എന്താ പറയണേ, അച്ഛ എനിക്ക് ഡെപ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്, നന്ദിയോടുള്ള കടപ്പാടാണ്, കുറെ ആൾക്കാരോട് നന്ദി സൂചമായ ഒരു കടപ്പാടാണ് എനിക്ക്, അല്ലാതെ പൈസയോടുള്ള കടമൊന്നുമല്ല. ടു എവ്രി വൺ ഹെൽപ്ഡ് ഹെർ ബിക്കം എ റൈറ്റർ. ആരൊക്കെ ഇവളെ റൈറ്റർ ആവാൻ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അവരോട് എല്ലാവരോടും എനിക്ക് നന്ദിയുടെ കടപ്പാടുണ്ട്. ഓക്കെ, ഷീ ഓവ്സ് ഹെർ പാരന്റ്സ് ഫോർ ടീച്ചിങ് ഹെർ ടു ലവ് സ്റ്റോറീസ്, ദി കൺട്രി ഫ്ലോക്സ് ആൻഡ് നേച്ചർ, ഫോർ ഗിവിംഗ് ഹെർ ഐഡിയാസ്, ആൻഡ് ഹെർ റീഡേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ഫോർ ബിലീവിംഗ് ഇൻ ഹെർ. അപ്പോ അവളുടെ പാരന്റ്സിനോട്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്ക, അവളുടെ പാരന്റ്സിനോട്, പിന്നെന്താണ്, പാരന്റ്സിനോട് എന്തിനു വേണ്ടിയാ, കുറെ ലവ് സ്റ്റോറീസ്, ടീച്ചിങ് ഹെർ ടു ലവ് സ്റ്റോറീസ്. അപ്പോ അവളെ സ്റ്റോറീസിനൊക്കെ പ്രണയിക്കാൻ വേണ്ടി പഠിപ്പിച്ചത് ആരാണ്, അവളുടെ പാരന്റ്സ് ആണ്. ലവ് സ്റ്റോറീസ് അല്ലതാ, അവളെ സ്റ്റോറീസിനെ പ്രണയിക്കാൻ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ സ്റ്റോറീസിനെ ഇഷ്ടപ്പെടാനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാനൊക്കെ ഇഷ്ടമാണോ? ഇപ്പൊ ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് വായിക്കാൻ അധികം ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു, പക്ഷെ ഈ ഇടയ്ക്കൊരു ബുക്ക് വായിച്ച്, ആദ്യമായിട്ട് ഞാൻ ഒരു ബുക്ക് ഫുൾ കംപ്ലീറ്റ് ആക്കണേ. ഓക്കെ, അതിന് എന്നെ സപ്പോർട്ട് ചെയ്തല്ലേ, എനിക്കൊരു ഇൻസ്പിറേഷൻ തന്നത് എന്റെ ഫ്രണ്ടാണ്. അപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞു വായിച്ചു നോക്കി, ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ സെൽമയുടെ ഫാദറും മദറും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്തിന്, വായിക്കാനായിട്ട്. അങ്ങനെ ആ സ്റ്റോറീസ് കുറെ ഇഷ്ടപ്പെടാൻ കാരണം അവളുടെ പാരന്റ്സ് ആണ്. ഓക്കെ, പിന്നെ ആരാണ്, കുറെ കൺട്രി ഫ്ലോക്സ് ഉണ്ട്, പിന്നെ നേച്ചർ, ഇവരെല്ലാവരും കുറെ ഐഡിയാസ് കൊടുത്തിട്ടുണ്ട്, എഴുതണയിൽ കുറെ ഐഡിയാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, ആൻഡ് ഹെർ ആൻഡ് ഫ്രണ്ട്സ് ഫോർ ബിലീവിംഗ് ഇൻ ഹെർ. പിന്നെ അതുപോലെ തന്നെ കുറെ റീഡേഴ്സ് ഇല്ലേ, നമ്മുടെ സെൽമ ലാഗർലോഫിന് കുറെ റീഡേഴ്സ് ഉണ്ട്, അവരെല്ലാരും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സെൽമേനെ ബിലീവ് ചെയ്തിട്ടുണ്ട്, എന്ത് നന്നായിട്ട് എഴുതുന്നുള്ളൊരു കാര്യം ബിലീവ് ചെയ്തിട്ടുണ്ട്. ഫൈനലി ഷീ ടെൽസ് ഹിം ദ ബിഗ്ഗസ്റ്റ് ന്യൂസ്, ഷീ ഈസ് ഇൻ ഡെപ്റ്റ് ബിക്കോസ് ദ സ്വീഡിഷ് അക്കാഡമി ഹാസ് ഗിവൻ ഹെർ ദി നൊബേൽ പ്രൈസ്. എന്നിട്ട് ഫൈനലി കുറെ നേരം നമ്മുടെ സെൽമ ലാഗർലോഫ് ഇങ്ങനെ അച്ഛനോട് പറയുന്നുണ്ട്, അവരോട് എനിക്ക് കുറെ കടമുണ്ട്, ഇവരോട് എനിക്ക് കുറെ കടമുണ്ട്. അങ്ങനെ ഫൈനലി അച്ഛനോട് പറയാണ്, എന്താ പറയണേ, എനിക്ക് സ്വീഡിഷ് അക്കാഡമി എനിക്ക് ഒരു അവാർഡ് തന്നിട്ടുണ്ട്. എന്ത് അവാർഡാണ്, ഈ നൊബേൽ പ്രൈസ് എനിക്ക് തന്നിട്ടുണ്ട്. അവരോട് എനിക്ക് ഭയങ്കര ഒരു കടപ്പാടുണ്ട്, ഏറ്റവും കൂടുതൽ കടപ്പാട് എനിക്ക് ആരോടാണ്, ഈ സ്വീഡിഷ് അക്കാഡമിയോടാണെന്ന് അവർ പറയുന്നുണ്ട്, സെൽമ ലാഗർലോഫ് പറയുന്നുണ്ട്. ഓക്കെ, ഹിയറിംഗ് ദിസ് ഹെർ ഫാദർ ക്രൈസ് tears of joy and pride. അപ്പൊ ഈ ഒരു ഇത് കേട്ടിട്ട്, എന്ത്, സ്വീഡിഷ് അക്കാഡമി ഇങ്ങനെ നൊബേൽ പ്രൈസ് കൊടുക്കുന്നുണ്ട്, എന്റെ മോൾക്ക് നൊബേൽ പ്രൈസ് കിട്ടിയെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് അച്ഛൻ കരയുന്നുണ്ട്, എന്ത്, tears of joy. ഓക്കെ, he happily tells her not to worry about trying to repay such a beautiful debt. അപ്പൊ അച്ഛൻ പറയാണ്, നീ വെറി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് അത്ര വലിയ കടമൊന്നുമല്ല, ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു കടമാണ്. എന്ന് വെച്ചാൽ പൈസയുടെ കടമൊന്നുമല്ലല്ലോ, ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ, അത് നമ്മൾ വീട്ടിന്റെ ആവശ്യമുള്ള അച്ഛൻ പറയണം. എന്നിട്ട് എന്താണ്, വിച്ച് ഫ്രീസ് ഹെർ ഫ്രം ഓൾ ഹെർ വെറീസ്. അപ്പോ ഈ ഒരു കാര്യം കേൾക്കുമ്പോ, അച്ഛൻ ഈ കാര്യം പറയുമ്പോ, അവളെ എല്ലാ വെറീസും, അവളുടെ എല്ലാ മനസ്സിലെ സങ്കടങ്ങളും പേടികളെല്ലാം ഇങ്ങനെ കടന്നു പോകും എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. ദ ഡേ ഡ്രീം എൻഡ്സ് ആൻഡ് സെൽമ റിട്ടേൺസ് ടു ദ റിയാലിറ്റി. അപ്പോ ഈ ഡേ ഡ്രീം ഒക്കെ എന്തായിട്ട് സെൽമ റിയാലിറ്റിയിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. ഷീ ഫിനിഷസ് ഹെർ സ്പീച്ച് ബൈ ടെല്ലിംഗ് ദി ഓഡിയൻസ് ദാറ്റ് ഹെർ ഫാദേഴ്സ് ജോയ് ഈസ് ഹെർ അൾട്ടിമേറ്റ് ആൻസർ. എന്നിട്ട് എന്ത് പറയാണ് അവൾ ഓഡിയൻസിനോട്, ഈ സ്പീച്ച് നിർത്തുമ്പോ ഓഡിയൻസിനോട് പറയാണ്, അച്ഛന്റെ ആ സന്തോഷം, അച്ഛന്റെ ആ ജോയ് ഓഫ് ടിയേഴ്സ് ഇല്ലേ, അതാണ് ഇതിന് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ. ഈ കടങ്ങൾക്കെല്ലാം ഒരു ആൻസർ എന്താണ്, അച്ഛന്റെ ഒരു സന്തോഷമാണ്. ഓക്കെ, അച്ഛന്റെ ജോയ് ആണ്. ഓക്കെ,
and she invites everyone to raise a glass and toast the Swedish Academy. എന്നിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ സെൽമ ലാഗർലോഫ് ഇൻവൈറ്റ് ചെയ്യണം എല്ലാവരെയും. ഒരു ഗ്ലാസ് ഓഫ് വൈൻ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കുകയാണ്, ഇതൊരു സ്വീഡിഷ് അക്കാഡമിക്കുള്ള ടോസ്റ്റ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇത്രയുള്ള നമ്മുടെ നറേഷൻ. ഇതെല്ലാരും ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കാം. അപ്പൊ ഇതൊന്ന് പഠിച്ചാല് ചാപ്റ്റർ ഓക്കെ ആണ്, മൈൻഡിൽ ഫുള്ള് സെറ്റ് ആണ്. നിങ്ങൾ എന്താ ശ്രദ്ധിക്കണ്ടേ, പഠിക്കുമ്പോ കാണാപ്പാടും പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഓക്കെ ആയിരിക്കോളും. ഓക്കെ, അപ്പൊ നറേഷൻ ഓക്കെ അല്ല എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലി കണ്ട് ചോദിക്കുക. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഏകദേശം പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. കാരണം എന്താണ്, ഒരു ഫസ്റ്റ് വുമൺ ആണ് എന്ത് കിട്ടുന്നത്, നൊബേൽ പ്രൈസ് കിട്ടുന്നത്. അതായിരിക്കാണ് സെൽമ ലാഗർലോഫിനാണ്. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നോക്കാം. അപ്പൊ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത്, എന്താണ്, ഹെഡിങ് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഹെഡിങ് കൊടുത്തേക്കണണ്ട, ലാഗർലോ ഫ്രം വാംലാൻഡ് വിൻസ് ദി നോബൽ. അപ്പൊ എന്താണ്, സെക്കൻഡ് നെയിം ആണ് യൂസ് ചെയ്യണത്. സെക്കൻഡ് നെയിം എന്താണ്, ലാഗർലോഫ്. എവിടെ നിന്നാണ്, വാംലാൻഡ് എന്ന സ്ഥലത്ത് നിന്ന് വന്നേക്കണ പുള്ളിക്കാരത്തിക്ക് എന്താണ് അവാർഡ് കിട്ടുകയാണ്. എന്ത് അവാർഡ്, നൊബേൽ പ്രൈസ് കിട്ടുകയാണ്. അതാണ് ഹെഡിങ്ങിൽ കൊടുത്തേക്കണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ ഹെഡിങ് കൊടുത്ത്, അത് ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നമ്മൾ ഇത് എന്ത് കൊടുത്തിട്ടുണ്ട്, സ്ഥലത്തിന്റെ പേര് എഴുതിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഡേറ്റ് എഴുതിയിട്ടുണ്ട്. അത് ഓക്കെ അല്ല എല്ലാവർക്കും? അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിപ്പോർട്ട് എഴുതി തുടങ്ങാം. റിപ്പോർട്ട് നോക്കി, വാട്ട് വൺസ് ഫെൽറ്റ് ലൈക്ക് ആൻ അൺബിലീവബിൾ ഡ്രീം ബിക്കെയിം ട്രൂ ഫോർ സെൽമ ലാഗർലോഫ്, ദ ഫേമസ് സ്വീഡിഷ് സ്റ്റോറി ടെല്ലർ. അപ്പൊ എന്താണ്, ഫസ്റ്റ് ഒക്കെ ഭയങ്കര അൺബിലീവബിൾ ആയിട്ടുള്ളത്, ഇന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ലെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം, ഒരു ഡ്രീം എന്താണ്, സെൽമ ലാഗർലോഫിന് ട്രൂ ആയിട്ട് നടന്നേക്കാണ്, ശരിക്കും ജീവിതത്തിൽ നടന്നേക്കാണ്. എന്താണ്, ഷീ ബിക്കെയിം ദ ഫസ്റ്റ് വുമൺ എവർ ടു റിസീവ് ദി നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. അപ്പൊ എന്താണ്, നമ്മുടെ സെൽമ ലാഗർലോഫ് ഫസ്റ്റ് വുമൺ ആയിക്കാണ് എന്ത്, നൊബേൽ പ്രൈസ് കിട്ടുന്നത്. അത് ലിറ്ററേച്ചറിലുണ്ടാവും. ഇതിനു മുമ്പ് ചിലപ്പോ വേറെ വുമൺസിന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോ സെൽമ ലാഗർലോഫ് ഫസ്റ്റ് ഒരു വുമൺ ആയിക്കാണ് എന്ത് കിട്ടാനായിട്ട്, ഈ ഒരു അവാർഡ് കിട്ടാനായിട്ട്, നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ കിട്ടാനായിട്ട് ഒരു ഫസ്റ്റ് വുമൺ ആയിട്ട് വന്നേക്കാണ്. ദ സ്വീഡിഷ് അക്കാഡമി പ്രൈസ്ഡ് ഹർ ഫോർ ഹർ ഹൈ ഐഡിയൽസ്, സ്ട്രോങ് ഇമാജിനേഷൻ ആൻഡ് ഡീപ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ദാറ്റ് ഷൈൻ ത്രൂ ഹർ ബുക്സ്. അപ്പൊ നമ്മുടെ സ്വീഡിഷ് അക്കാഡമി, ഈ നൊബേൽ പ്രൈസ് കൊടുക്കുന്ന സ്വീഡിഷ് അക്കാഡമി നമ്മുടെ ഈ സെൽമ ലാഗർലോഫിനെ ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് കുറെ പൊക്കി പറഞ്ഞെന്നൊക്കെ പറയുകയാണെങ്കിൽ, അങ്ങനെയല്ലട്ടോ അതിന്റെ ഡീപ്പ് മീനിങ് വന്നത്. കുറെ പ്രൈസ് ചെയ്തിട്ടുണ്ട്, കുറെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മെയിൻ ആയിട്ട് എന്തൊക്കെയാ പറഞ്ഞേക്കണേ നോക്കിയ, മെയിൻ ആയിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രൈസ് ഹർ ഫോർ ഹൈ ഐഡിയൽസ്, എന്താണ്, സ്ട്രോങ് ഇമാജിനേഷൻസ് ആൻഡ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ്. എന്തൊക്കെയാണ് പറഞ്ഞേക്കണേ, ഹൈ ഐഡിയൽസ്, ഭയങ്കര നല്ല ഐഡിയാസ്, അതുപോലെ തന്നെ എന്താണ്, സ്ട്രോങ് ഇമാജിനേഷൻ, കുറെ ഇമാജിൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ്, ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ്. ഇതെല്ലാം അവളുടെ സ്റ്റോറിയിൽ കാണാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്, ഭയങ്കര വലിയ ഐഡിയാസ്, പിന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇമാജിനേഷൻസ്, പിന്നെ നമ്മുടെ ലൈഫിനെ പറ്റി ഡീപ്പ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. ഇതെല്ലാം നമുക്ക് ഈ ഒരു സെൽമ ലാഗർലോഫിന്റെ ബുക്സിൽ കാണാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, they chose her unanimously for this great honor because of her talent in showing human emotions and feelings. അപ്പൊ നമ്മുടെ ഒരു അക്കാഡമി, ഏത് അക്കാഡമി, സ്വീഡിഷ് അക്കാഡമി, ഇവരൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണ്. ഈ അക്കാഡമിയിൽ കുറെ ആൾക്കാരുണ്ട്. ഈ അവാർഡ് തീരുമാനിക്കുന്നത്, ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്ന കുറച്ച് ആൾക്കാരാണ്. ഇവരെല്ലാവരും യുനാനിമസ്ലി എന്ന് പറഞ്ഞാൽ എല്ലാവരും സമ്മതിച്ച് എന്ത്, ഈ സെൽമ ലാഗർലോഫിന് ഈ ഒരു നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ കൊടുക്കാം എന്നുള്ള കാര്യം സമ്മതിച്ച്. ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, കുറെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവരാണ് കുറച്ച് തീരുമാനം എടുക്കുന്നത്. അതിനകത്ത് ഇപ്പൊ 2 പേര്, ഒരു 10 പേരുണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് 2 പേര് നോ പറഞ്ഞാല് അവിടെ അത് നോ ആയി. ഓക്കെ, പക്ഷെ ഇവിടെ എന്താ പറഞ്ഞേക്കണേ, ദേ ചോസ് ഹർ യുനാനിമസ്ലി. യുനാനിമസ്ലി എന്ന് പറയുമ്പോൾ എല്ലാവരും സമ്മതിച്ചിട്ട്, എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട് എന്ത്, നമ്മുടെ നൊബേൽ പ്രൈസ് ലാഗർലോഫിന് കൊടുക്കാനായിട്ട്. ഓക്കെ, അതിന് കാരണം എന്താ പറയണേ, ഗ്രേറ്റ് ഓണർ ബിക്കോസ് ഓഫ് ഹെർ ടാലന്റ് ഇൻ ഷോയിങ് ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. അതിന്റെ ഗ്രേറ്റ് ടാലന്റ് ആയിട്ട് എന്താ പറയണത്, ആളുടെ സ്റ്റോറിയിൽ എല്ലാവരും ഹ്യൂമൻ ഇമോഷൻസ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫീലിങ്സ് എല്ലാവരും ഭയങ്കര ഓപ്പൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ചും കൂടി എന്താണ്,
ഹ്യൂമൻസിനെ നന്നായിട്ട് മനസ്സിലാക്കി എഴുതുന്ന കുറെ സ്റ്റോറീസ് ആണ് ആരുടെ, നമ്മുടെ സെൽമ ലാഗർലോഫിന്റെ. ഹർ സ്റ്റോറീസ് ഓൾസോ ഓഫ്റ്റൻ ഇൻക്ലൂഡ്സ് ഫാന്റസി ആൻഡ് മാജിക്കൽ എലമെന്റ്സ്. അതുപോലെ തന്നെ എന്താണ്, ഹ്യൂമൻ ഇമോഷൻസും ഫീലിങ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ഇടയ്ക്ക് സ്റ്റോറീസിൽ ഫാന്റസീനെ കാണാൻ പറ്റുന്നുണ്ട്, കുറെ ഫാന്റസി എലമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാജിക്കൽ എലമെന്റ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ബാക്കിയാണ്. ദ നൊബേൽ സെറിമണി വാസ് ഹെൽഡ് അറ്റ് ഗ്രാൻഡ് ഹോട്ടൽ ഇൻ സ്റ്റോക്ക്ഹോം. ഇതെവിടെ ഹെൽഡ് ചെയ്തത്? നമ്മുടെ ഈ ഒരു സെറിമണി, ഏത് സെറിമണി, നൊബേൽ പ്രൈസ് കൊടുക്കുന്ന സെറിമണി എവിടെ ഹെൽഡ് ചെയ്തെന്ന് പറഞ്ഞു? ഗ്രാൻഡ് ഹോട്ടൽ ഇൻ സ്റ്റോക്ക്ഹോം. ഓക്കെ, ഇറ്റ് വാസ് എ ഗ്രാൻഡ് ഇവന്റ് അറ്റൻഡഡ് ബൈ ഇമ്പോർട്ടന്റ് ഗസ്റ്റ്, കൾച്ചറൽ ലീഡേഴ്സ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദി അക്കാഡമി. ഈ ഇവന്റ് അറ്റൻഡ് ചെയ്തത് ആരൊക്കെയാണെന്ന് പറയണേ? കുറെ ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കൾച്ചറൽ ലീഡേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഈ അക്കാഡമിയുടെ കുറെ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. കിങ് ഗുസ്റ്റാഫ് V of Sweden gave her the Nobel Medal and Diploma. ഈ അവാർഡ് കൊടുത്തത് ആരാണെന്ന് പറയും? നൊബേൽ പ്രൈസ് കൊടുത്തത് ആരാണ്? നമ്മുടെ ഈ കിങ് ആണ്. ഓക്കെ, ഗുസ്താഫ് V. എവിടത്തെ കിങ് ആണ്? സ്വീഡനിലത്തെ കിങ് ആണ്. ആളാണ് എന്ത് കൊടുത്തത്? നമ്മുടെ ലാഗർലോഫിന് ഈ ഡിപ്ലോമയും അതുപോലെ തന്നെ നൊബേൽ പ്രൈസും കൊടുത്തത്. നൊബേൽ മെഡലും അതുപോലെ തന്നെ ഡിപ്ലോമ. ഓക്കെ, ഇൻ റിട്ടേൺ സെൽമ ലാഗർലോഫ് gave a speech called Debts of Gratitude. അവാർഡ് കിട്ടി അതിന് റിട്ടേൺ ആയിട്ട് അവിടെ ആൾക്കാരോട് താങ്ക് യു പറയാനായിട്ട് എന്താ, നമ്മുടെ സെൽമ ലാഗർലോഫ് ഒരു സ്പീച്ച് ആണ് ചൂസ് ചെയ്തത് അവിടെ പറയാനായിട്ട്. ആ സ്പീച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ പേരെന്തായിരുന്നു? ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇൻ ഇറ്റ് ഷീ താങ്ക്ഡ് ഓൾ ദി പീപ്പിൾ ഹു ഹെൽപ്ഡ് ഹെർ ഇൻ ലൈഫ്. അപ്പോ ആ ഒരു സ്പീച്ചിൽ നമ്മുടെ സെൽമ ലാഗർലോഫ് എല്ലാരെയും താങ്ക് ചെയ്തിട്ടുണ്ട്. ആള് ആരുടെ ലൈഫിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അവരെല്ലാവർക്കും താങ്ക് യു പറഞ്ഞിട്ടുണ്ട് ആ സ്പീച്ചിൽ. ഹെർ വേർഡ്സ് വേർ ടച്ചിങ് ആൻഡ് ഫെൽറ്റ് ലൈക്ക് എ ട്രിബ്യൂട്ട് ടു എവറി വൺ ഹു ഷേപ്ഡ് ഹെർ. ആളുടെ വേർഡ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ടച്ചിങ് ആയിരുന്നു. പിന്നെന്താണ്? ഫെൽറ്റ് ലൈക്ക് എ ട്രിബ്യൂട്ട് ടു എവറി വൺ ഷേപ്ഡ്. അവളുടെ ലൈഫിൽ അവൾ ഈ ഒരു നിലയിൽ എത്തിക്കാനായിട്ട് കഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു നന്ദി സൂചകമായിട്ടുള്ള ഒരു സ്പീച്ച് ആയിരുന്നു. The event was colorful and memorable, especially for women who dream of writing and being recognized for their work. ഇവന്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഭയങ്കര കളർഫുൾ ആയിരുന്നു, ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. എസ്പെഷ്യലി ആയിരിക്കും കുറെ വുമൻസ് ഉണ്ടാവില്ലേ, നമ്മുടെ സെൽമ ലാഗർലോഫിനെ പോലെ തന്നെ കുറെ വുമൻ റൈറ്റേഴ്സ് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ഇത് എന്താണ്, ഒരു മോട്ടിവേഷൻ പോലെ ആയിരുന്നു ബേസിക്കലി. ഓക്കെ, ഇത്രയുള്ളൂ നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഇതിനകത്ത് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിയാൽ ഫസ്റ്റ് ഒരു ഹെഡിങ് കൊടുത്ത്, മെയിൻ ആയിട്ടുള്ള ഒരു തലക്കെട്ട് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം ടച്ചിങ് ആയിരിക്കണം. ലാഗർലോഫ് ഫ്രം വാംലാൻഡ് വിൻസ് ദി നോബൽ. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രസത്തില് വായിക്കുമ്പോ തന്നെ അത്യാവശ്യം കൊള്ളാലോ അങ്ങനത്തെ രീതിയിൽ തോന്നുന്ന രീതിയിൽ വേണം എന്ത് എഴുതാനായിട്ട്, ഈ ഒരു മെയിൻ ഹെഡിങ് എഴുതാനായിട്ട്. അത് കഴിഞ്ഞ് സ്ഥലത്തിന്റെ പേര് എഴുതേക്കണത് ഓർക്കുക, പിന്നെന്താണ് ഡേറ്റ്, മാസം, അതൊക്കെ ഓർത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? ഒരു റിപ്പോർട്ട് എഴുതുമ്പോ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? ആ ഒരു എന്തിനാ എന്ത് ഇതിനു വേണ്ടിയാണ് ലൈക്ക് അവാർഡ് കിട്ടിയത്, ആളെങ്ങനത്തെ ഒരു ആളാണ്, ആര്, നമ്മുടെ ലാഗർലോഫ്, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ആരൊക്കെ എവിടെ വെച്ചാണ് ഈ പ്രോഗ്രാം നടന്നത്, ഈ നൊബേൽ പ്രൈസ് കൊടുത്തത് എവിടെ വെച്ചാണ്, പിന്നെ ആരൊക്കെ അറ്റൻഡ് ചെയ്ത്, പിന്നെ ആ സ്പീച്ചിൽ എന്തൊക്കെ പറഞ്ഞു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്റെ മക്കൾ ഓർത്ത് വെക്കാം. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ക്വസ്റ്റിനെയർ ആണ്. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ്, എക്സാമിന് വരുമ്പോൾ ചോദിക്കുകയാണ് ഒരു ചാപ്റ്റർ ചെയ്യുന്നത്, ഇതിനകത്ത് തന്നെ ചോദിക്കണമെന്നില്ല, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ചോദിക്കുകയാണ്, നിങ്ങളൊരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്യുക, നേരിട്ട് ആ ഗസ്റ്റിനെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റാവുന്ന രീതിയിൽ. ഓക്കെ, അപ്പോ ഇതിനകത്ത് എന്താ കൊടുത്തേക്കണേ? പ്രിപ്പയർ എ ക്വസ്റ്റിനെയർ ടു ബി ആസ്ക്ഡ് ടു സെൽമ ലാഗർലോഫ്. സെൽമ ലാഗർലോഫിനോട് ചോദിക്കാൻ പറ്റാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കാണ്. അപ്പൊ നോക്കിയേ, ഇതിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ചാപ്റ്ററിലും നമുക്ക് എഴുതാൻ പറ്റില്ല. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഓക്കെയാണ്, എന്നാലും എന്റെ മക്കൾ എല്ലാവരും ഇതൊന്ന് പഠിച്ചു വെക്കാം, അതിൽ മനസ്സിലൊന്ന് ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യൻസിന്റെ അർത്ഥം ഒന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് അട്രാക്റ്റഡ് യു ടു സ്വീഡിഷ് ഫ്ലോക്ലോർ എന്ന് പറയുമ്പോ എന്താണ്? ഈ നമ്മുടെ എന്താ പറയാ, ഈ നാടോടി കഥകളൊക്കെ ഇല്ലേ, അതിനാണ് നമ്മൾ ഫ്ലോക്ലോർ എന്ന് പറയാം. ഓക്കെ, അപ്പോ സെലിമനോട് ചോദിക്കുകയാണ്, നിങ്ങളെ ഈ ഒരു എന്താണ് ഒരു ജോണറിലോട്ട്, ഈ സ്വീഡിഷ് ഫ്ലോക്ലോറിലേക്ക് എത്തിച്ചത്, അങ്ങനത്തെ കഥകൾ എഴുതാൻ
അട്രാക്ട് ചെയ്ത കാര്യങ്ങൾ എന്താണ്? ഓക്കെ, അതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ നോക്കി, വാട്ട് ആർ സം ഓഫ് ദ തിങ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് യു ദ മോസ്റ്റ്? നിങ്ങളുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അത് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ഏകദേശം എല്ലാ ചാപ്റ്ററിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണതല്ലേ. ഓക്കെ, ഇന്റർവ്യൂ ചോദിക്കുമ്പോ ഇന്റർവ്യൂ എടുക്കണം നമ്മൾ അത്യാവശ്യം ലെവലിൽ നിൽക്കുന്ന ആൾക്കാരോടല്ലേ. അപ്പൊ അവരോട് ചോദിക്കാം നമുക്ക്, നിങ്ങളുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആരൊക്കെയാണ്. ഓക്കെ, ഹൗ ഡു യു തിങ്ക് യുവർ വിന്നിംഗ് നൊബൈൽ വുഡ് ഇൻസ്പയർ ദ ഫ്യൂച്ചർ ഫീമെയിൽ റൈറ്റേഴ്സ്? നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ. നിങ്ങളൊരു വുമൺ റൈറ്റർ ആണ്, അതുപോലെ തന്നെ എന്താണ് നൊബൈൽ പ്രൈസ് വിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിൽ വന്ന റൈറ്റേഴ്സിനോട് എന്താ പറയാനുള്ളേ, അല്ലെങ്കിൽ അവർ ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാവാം? ഓക്കെ, how do you think your winning Nobel would inspire the future female writers? എന്താണ് നിങ്ങൾ എന്താ തോന്നുന്നത്? ലൈക്ക് ഇപ്പൊ വിൻ ചെയ്തില്ലേ, നൊബേൽ പ്രൈസ് വിൻ ചെയ്തില്ല, അത് ഫ്യൂച്ചർ ഫീമെയിൽ റൈറ്റേഴ്സിനെ ഇൻസ്പയർ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? അങ്ങനത്തെ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. പിന്നെന്താണ്, വാട്ട് ഡു യു തിങ്ക് ആർ ദ യൂണിവേഴ്സൽ തീംസ് ദാറ്റ് കണക്ട് യുവർ സ്റ്റോറീസ് ടു എ ഗ്ലോബൽ ഓഡിയൻസ്? എന്താണ് ആ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഒരു യൂണിവേഴ്സൽ തീം എന്തായിരിക്കുള്ളൂ നിങ്ങളെ ബാക്കി ഓഡിയൻസ് ആയിട്ട് കണക്ട് ചെയ്യണത്, വേൾഡിലെ ബാക്കി ഓഡിയൻസ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു തീം എന്തായിരിക്കുള്ളൂ? പിന്നെന്താണ്, വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു ദി ബഡ്ഡിംഗ് റൈറ്റേഴ്സ്? നിങ്ങള് ഇപ്പോ പൊട്ടിമുളച്ച് വന്ന റൈറ്റേഴ്സ് ആണ്, നിങ്ങൾ നമ്മൾ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് എന്നൊക്കെ പറയാ. ഇപ്പോ അത്യാവശ്യം നന്നായിട്ട് എഴുതുന്ന ആൾക്കാരോട്, അല്ലെങ്കിൽ ഞാൻ പതുക്കെ റൈറ്റിംഗ് കരിയറിലോട്ട് വന്ന ആൾക്കാരോട് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്? വാട്ട് ഈസ് എ ടേണിംഗ് പോയിന്റ് ഇൻ യുവർ റൈറ്റിംഗ് കരിയർ? നിങ്ങളുടെ ഒരു റൈറ്റിംഗ് കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു? ഓക്കെ, പിന്നെന്താണ്, വാട്ട് മേക്സ് യു എക്സ്പ്ലോർ ദി ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ് ഓഫ് പീപ്പിൾ? നിങ്ങൾ എഴുതുമ്പോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്താണ് ആളുടെ സ്റ്റോറീസിലെ ഹ്യൂമൻ ഇമോഷൻസും ഹ്യൂമൻ ഫീലിംഗ്സ് ഒക്കെയാണ് പറയണേന്ന്. അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ പറ്റുക. നിങ്ങൾക്ക് കയ്യിൽ നിന്ന് ഇടാൻ പറ്റെങ്കിൽ അത്യാവശ്യം കയ്യിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റും. ചാപ്റ്റർ ആയിട്ട് അത്യാവശ്യം ബന്ധം വന്നാൽ മതി. ഓക്കെ, അടുത്തത് നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു കോൺവെർസേഷൻ കംപ്ലീഷൻ ആണ്. സോറി, അടുത്ത എന്താണ്, ഒരു കോൺവെർസേഷൻ എഴുതാനായിട്ടുള്ളതാണ്. സെൽമ ലാഗർലോഫ് slips to an imaginary world where she finds her father. Prepare the conversation between Selma and her father. അപ്പോൾ സെൽമ ലാഗർലോഫ് ഒരു ഡേ ഡ്രീമിലോട്ട് പോയിട്ട് ഒരു ഇമാജിനറി വേൾഡിലോട്ട് പോകണ്ടേ, ഹെവനിലോട്ട് പോണില്ലേ. എന്നിട്ട് എന്താണ്, അവിടെ അവളുടെ അച്ഛനെ കണ്ടുമുട്ടിയാണ്. അപ്പൊ കണ്ടുമുട്ടുമ്പോ അവരൊരു കോൺവെർസേഷൻ എഴുതാൻ വേണ്ടി പറഞ്ഞേക്കാണ്. ഓക്കെ, നമുക്ക് നോക്കിയാലോ. അപ്പൊ ഫസ്റ്റ് ഫാദർ ചോദിക്കുകയാണ്, സെൽമ ഹൗ കം യു ആർ ഹിയർ? അപ്പൊ അച്ഛൻ ഞെട്ടിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, മോളെ സെൽമ അല്ലെങ്കിൽ സെൽമ ലാഗർലോഫ്, എന്താണ് നീ ഇവിടെ? ഹൗ കം യു ആർ ഹിയർ? സെൽമ, ഫാദർ, ഓ ഐ മിസ്ഡ് യു സോ ബാഡ്ലി. അപ്പൊ സെൽമ റിപ്ലൈ കൊടുക്കുകയാണ്, അച്ഛാ എനിക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത്, അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വേണ്ടി വന്നത്. അപ്പൊ ഫാദർ പറയുകയാണ്, ഐ ടു മിസ്ഡ് യു മൈ ചൈൽഡ്, ഇസ് എവറിത്തിങ് ഫൈൻ? അപ്പൊ ചോദിക്കുകയാണ്, എനിക്ക് നിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്റെ കൊച്ചെ, അല്ലെങ്കിൽ സെൽമയും, എല്ലാരും ഓക്കെ അല്ലേ? ഈസ് എവറിത്തിങ് ഫൈൻ, എല്ലാരും ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് എന്താണ്, യെസ് ഗ്രേറ്റ് മൈ ഫാദർ, എല്ലാരും ഓക്കെ ആയിട്ട് പോണു ഫാദർ പറയാണ്, വാട്ട് അബൌട്ട് യുവർ സ്റ്റോറീസ് മൈ ചൈൽഡ്? അപ്പൊ നിന്റെ സ്റ്റോറീസ് ഒക്കെ എങ്ങനെ പോണു, അല്ലെങ്കിൽ സ്റ്റോറി എഴുതണ ആ ഒരു പരിപാടിയൊക്കെ എങ്ങനെ പോണു? സെൽമ റിപ്ലൈ കൊടുക്കുകയാണ്, ദേ ആർ ഡൂയിങ് ഗുഡ്, അതെല്ലാം നന്നായിട്ട് പോണ്. ഐ എം ഓൾവേസ് പ്രൗഡ് ഓഫ് യു മൈ ഡിയർ, ഞാൻ നിന്നെ പറ്റി ഭയങ്കര പ്രൗഡാണ്, എപ്പോഴും നിന്നെ പറ്റി ഞാൻ ഭയങ്കര പ്രൗഡാണ്. അപ്പൊ സെൽമ പറയാണ്, താങ്ക് യു, ഇറ്റ്സ് സോ തോട്ട്ഫുൾ ഓഫ് യു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അച്ഛൻ റിപ്ലൈ കൊടുക്കുകയാണ്, സെൽമ ഗീവ് മീ സംതിങ് ടു ബേഴ്സ് മൈ ഹാർട്ട് ഇൻ ജോയ്. അപ്പൊ ഫാദർ പറയാണ്, എനിക്ക് എന്തെങ്കിലും സന്തോഷിക്കാനായിട്ട്, അല്ലെങ്കിൽ എന്റെ ഒരു എന്താണ് ബേഴ്സ്റ്റ് ഇൻ ജോയ് എന്ന് പറയുമ്പോൾ സന്തോഷം കൊണ്ട് ഇങ്ങനെ ഭയങ്കര ഒരു സംഭവമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ന്യൂസ് താന്ന രീതിയിലാണ് അച്ഛൻ പറയണത്. അപ്പൊ സെൽമ പറയാണ്, ഷുവർ മൈ ഫാദർ, ഓ ഐ കാൻ വെയിറ്റ് ഫോർ ഇറ്റ്. അപ്പൊ അച്ഛൻ പറയാണ്, ഓ വേഗം പറ, എനിക്ക് വെയിറ്റ് ചെയ്യാനൊന്നും വയ്യ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, വേഗം പറ. അപ്പൊ സെൽമ പറയാണ്, ബട്ട് ബിഫോർ ദാറ്റ് ഐ നീഡ് യുവർ ഹെൽപ്പ് ആസ് ഐ എം ഹെവിലി ഇൻ ഡെപ്ത്. അപ്പോ ഇവള് പിന്നെയും നമ്മുടെ സെൽമ ആ ഒരു സബ് ട്രാക്ക് എടുത്തിട്ടാണ്, എന്താണ്, എനിക്ക് അച്ഛന്റെ അഡ്വൈസ് വേണം, ഞാൻ ഭയങ്കര ഒരു കടത്തിലാണ്. ഫാദർ പറയാണ്, ഹൗ കുഡ് യു എവർ ഇമാജിൻ ദാറ്റ് ഐ കുഡ്
ഹെൽപ്പ് വിത്ത് യുവർ ഡെപ്സ് ഫ്രം ഹിയർ മൈ ചൈൽഡ്. അച്ഛൻ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ റിപ്ലൈ പറയണ എന്താണ്, നിനക്ക് എങ്ങനെ പറയാൻ തോന്നുന്നത്, എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഞാൻ സ്വർഗത്തിലല്ലേ, ഇവിടെ പൈസ ഒഴിച്ച് ബാക്കി എല്ലാരും ഉണ്ട്, എനിക്ക് ആ കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഓ ഇറ്റ്സ് നോട്ട് മണി ദാറ്റ് ഐ ഓ. അപ്പൊ സെൽമ പറയാണ്, എനിക്ക് പൈസ ഒന്നല്ല കടമുള്ളത്, എനിക്ക് പൈസ കടമൊന്നുമില്ല, ഞാൻ ഭയങ്കര റിച്ച് ആണ്, അങ്ങനത്തെ രീതിയിൽ റിപ്ലൈ കൊടുക്കുകയാണ്. ഫാദർ പറയാ, വെൽ ലെറ്റ്സ് ഹാവ് എ ടോക്ക് ദെൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പൈസേന്റെ കടമൊന്നും അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാം. സെൽമ പറയാണ്, താങ്ക് യു സോ മച്ച് മൈ ഫാദർ, താങ്ക് യു. ഓക്കെ, അങ്ങനത്തെ രീതിയിൽ കോൺവെർസേഷൻ അവസാനിപ്പിക്കുക. ഇത് അത്യാവശ്യം സിമ്പിൾ ആയിട്ട് കൊടുത്തേക്കണേ. നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യുക, അല്ലെങ്കിൽ തന്നെ പഠിച്ചു വെക്കാം. ഇതിനകത്ത് ഈ ചാപ്റ്ററിൽ നിന്ന് കോൺവെർസേഷൻ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക. എല്ലാവർക്കും ക്ലാസ് ഒക്കെ അത്യാവശ്യം ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ അല്ല എല്ലാവരും? ഓക്കെ, ബൈ, താങ്ക് യു.